ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിനെ തകർത്ത് അർജന്റീന 1-4 ഗോളുകൾക്കാണ് അർജന്റീനയുടെ ജയം. എന്നാൽ യുറുഗ്വേ കൊളംബിയ മത്സരം സമനിലയിലായതോടെ അർജന്റീന ലോകകപ്പിന് യോഗ്യത ഉറപ്പിച്ചു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മർവ കെ ഷഹീറാണ് ചേരുന്നത്. മർവ, ഈ ഫുട്ബോൾ പ്രേമികളെല്ലാം ഉറക്കമൊഴിച്ച് കാത്തിരുന്ന മത്സരമായിരുന്നു. ഈ ചിരവൈരികൾ ഏറ്റുമുട്ടുന്ന മത്സരം, അങ്ങനെ ഏകപക്ഷീയമായ വിജയത്തോടുകൂടി അർജന്റീന. തീർച്ചയായും സേതു, അർജന്റീനൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇരട്ടി മധുരമുള്ളൊരു ദിവസമാണ്. കാരണം ആദ്യം തന്നെ ഉറുഗ്വേ കൊളംബിയ മത്സരമാണ് ഇന്നത്തെ ആദ്യ മത്സരം. ആ മത്സരം സമനിലയിൽ പിരിഞ്ഞതോടുകൂടി അർജന്റീന ലോകകപ്പ് യോഗ്യത നേടുന്നു. 2022 ഖത്തർ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ അർജന്റീന നിലവിലെ ചാമ്പ്യന്മാരാണ്. അവർ 2026ലേക്കും ലോകകപ്പ് കളിക്കാൻ, ലോകകപ്പ് നേടാൻ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഓരോ അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശകരമായ ഒരു കാര്യം. അതിന് പിന്നാലെയാണ് ലോകം കാത്തിരുന്ന അർജന്റീന ബ്രസീൽ മത്സരം വരുന്നത്. നമുക്കറിയാം, ലോകം തന്നെ രണ്ടായി പിളർന്നാൽ ഒരു ഭാഗം അർജന്റീനക്ക് വേണ്ടിയും മറ്റൊരു ഭാഗം ബ്രസീലിന് വേണ്ടിയും ആർപ്പ് വിളിക്കും. അത്തരത്തിൽ വലിയൊരു ആരാധക വൃന്ദമുള്ള ഒരു ടീമുകളാണ് ഇരു ടീമുകളും. ഫുട്ബോൾ ലോകം തന്നെ കാത്തിരിക്കുന്ന മത്സരമാണ്. ഈ മത്സരത്തിൽ അർജന്റീന ബ്രസീലിനെ തകർത്ത് തരിപ്പണമാക്കി എന്ന് തന്നെ പറയാം. കാരണം 4 ഗോളിനാണ് അർജന്റീന ബ്രസീലിനെ തോൽപ്പിച്ചിരിക്കുന്നത്. 1 ഗോൾ മാത്രമാണ് ബ്രസീലിന് മടക്കാൻ സാധിച്ചിരിക്കുന്നത്. ഈ മത്സരത്തിന്റെ ആവേശം നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യ മിനിറ്റുകളിൽ തന്നെ കാണാൻ സാധിക്കും. 4ാം മിനിറ്റിൽ ഹൂലിയൻ അൽവാരസിലൂടെയാണ് അർജന്റീന ഗോൾ വേട്ടയ്ക്ക് തുടക്കമിടുന്നത്. പിന്നീട് 12ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിലൂടെ വീണ്ടും അർജന്റീന ഗോൾ നേടുന്നു. 26ാം മിനിറ്റിലാണ് ബ്രസീൽ അർജന്റീനക്ക് മറുപടി ഗോൾ നൽകുന്നത്. അത് മാത്യൂസിലൂടെയായിരുന്നു 26ാം മിനിറ്റിൽ. അതിനുശേഷം 37ാം മിനിറ്റിൽ വീണ്ടും മക്കലിസ്റ്ററിലൂടെ അർജന്റീന ബ്രസീലിന് വീണ്ടും ഒരു പ്രഹരമേൽപ്പിക്കുകയാണ്. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ തന്നെ 3-1 എന്ന നിലയിലാണ് അർജന്റീന ബ്രസീൽ മത്സരത്തിന്റെ സ്കോർ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഹാഫ് ടൈം കഴിഞ്ഞ് രണ്ടാം പകുതി ആരംഭിക്കുന്നു. രണ്ടാം പകുതിയിൽ അർജന്റീനയുടെ യുവതാരം 22 വയസ്സ് മാത്രം പ്രായമുള്ള സിമിയോണിയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ താരമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആദ്യ ഗോൾ കൂടിയാണ് അർജന്റീനയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. 71ാം മിനിറ്റിലായിരുന്നു. അങ്ങനെ 4 ഗോളുകൾ അർജന്റീന ബ്രസീൽ വലയിൽ അടിച്ചു കയറ്റിക്കൊണ്ടിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ഈ മത്സരത്തിൽ പ്രധാനമായും നമുക്ക് മിസ്സായ 2 താരങ്ങളാണ്. ഒന്ന് നെയ്മറും മെസ്സിയും എന്ന് പറയുന്നത്. ഈ മാർച്ചിൽ നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ മെസ്സിയും അർജന്റീന ബ്രസീൽ മത്സരത്തിൽ മെസ്സിയും നെയ്മറും നേർക്കുനേർ വരും എന്നുള്ളൊരു വലിയൊരു ആവേശം ഓരോ ഫുട്ബോൾ ആരാധകർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇല്ലാതാവുന്നു. കാരണം 2 താരങ്ങൾക്ക് പരിക്കാകുന്നു. പരിക്കിനെ തുടർന്ന് 2 താരങ്ങളും ടീമിൽ നിന്ന് പുറത്തു പോകുന്നു. പക്ഷേ എങ്കിൽ പോലും വലിയ ആവേശകരമായ ഒരു മത്സരമായിരുന്നു. മത്സരത്തിന് മുമ്പ് തന്നെ അർജന്റീനൻ പരിശീലകൻ ലയണൽ സ്കലോണി പറഞ്ഞൊരു കാര്യമുണ്ട്. അർജന്റീന ഒരു താരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ടീമല്ല, ഒരു ടീമാണ്. അതായത് ഓരോ താരങ്ങൾ, പ്രതിഭാധരായ ഒരുപാട് താരങ്ങളുള്ള ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഓരോ താരങ്ങളുടെ നികത്താൻ, അവരുടെ അഭാവം നികത്താൻ മറ്റു താരങ്ങൾ ടീമിൽ സജ്ജമാണ് എന്നുള്ളതാണ്. അത് ഇന്നത്തെ മത്സര വിജയത്തോടു കൂടി ഈ ലോകകപ്പിലേക്ക് പോകുന്ന അർജന്റീനയ്ക്ക് ലഭിച്ചിരിക്കുന്ന ആത്മവിശ്വാസം അത് ഒട്ടും ചെറുതല്ല. കായിക പ്രേമികൾക്ക്, പ്രത്യേകിച്ച് അർജന്റീനൻ ആരാധകർക്ക് ഇത് സന്തോഷത്തിന്റെ ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മർവ കെ ഷഹീർ.